നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടില്ലേ, ഈ പ്രശ്നത്തിൽ ഒന്നും പെടാത്ത ഞാൻ പോലും ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഓടി വരേണ്ടി വന്നില്ലേ? ഇവിടെ സന്തോഷമുള്ള കാര്യമാണ് നടന്നതെങ്കിൽ നീ അതെന്നോട് ഫോണിലൂടെ പറയും. അവിടെ ഇരുന്ന് ഞാനും സന്തോഷിക്കാം. എന്നാ ഇന്ന് നീ ചെയ്തതെന്താ? ഇവിടെ എന്തോ സംഭവിച്ച പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ അമ്പിളി? എടി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഞ്ചാരിയുടെ എൻഗേജ്മെന്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാറാന്ന്. സോറി രഘുവേട്ട, പറ്റിപ്പോയി. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. രഘുവേട്ടൻ പറഞ്ഞ പോലെ തൽക്കാലം നമുക്കിവിടെ നിന്ന് മാറൊന്നും വേണ്ട. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നോളാം. അമ്പിളി, നമുക്ക് ഇനി ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ എവിടെ പോയാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അദൃശ്യമായ ഏതോ ഒരു ശക്തി എന്നെയും നിന്നെയും ഇവിടെ തന്നെ തിരിച്ചുകൊണ്ടുവരും. ശരിയാ, ആ ശക്തി എന്റെ അമ്മയായിരിക്കും. അമ്മയ്ക്ക് ചെയ്യാൻ കഴിയാതെ പോയതൊക്കെ എന്നെ കൊണ്ട് അമ്മ ചെയ്യിക്ക. അതെ, ഞാൻ ഇനി ഒരു സന്തോഷമുള്ള വാർത്ത പറയട്ടെ. എന്താടി നീ വീണ്ടും? ഓ, ഒന്ന് പോ രഘുവേട്ടാ. പിന്നെന്താ? നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. ശരിയാണല്ലോ. എടി, നീ പ്രശ്നങ്ങൾക്കിടയിൽ അത് ഓർത്തു വെച്ചല്ലേ? ഇവിടെ എല്ലാവരോടും പറഞ്ഞു? ഏയ്, അനുവിന്റെ കല്യാണവും അന്ന് തന്നെ ആയിരുന്നല്ലോ. അവളെ വെറുതെ അത് ഓർമ്മിപ്പിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ആരോടും പറഞ്ഞില്ല. നീ ഒരു സംഭവം തന്നെ. തൽക്കാലം വെഡിങ് ആനിവേഴ്സറി ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്താ പോരെ? വിച്ചൂട്ടാ, പ്രാർത്ഥിക്കും പോനെ. ദേ അച്ഛൻ പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കൂപ്പി പ്രാർത്ഥിക്ക്. ഇങ്ങനെ പ്രാർത്ഥിക്കണേ. ആ, അതുപോലെ പ്രാർത്ഥിക്കും. ദേവി, ഞങ്ങൾക്ക് നഷ്ടമായ ഞങ്ങളുടെ ജീവിതം തിരിച്ചു തരണേ. എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റണേ. എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ സത്യമാണോന്ന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ദ്രേട്ടന്റെ തീരുമാനം നാളെ മാറുമെന്നും അറിയില്ല. എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവിതം ഞാൻ അമ്മയ്ക്ക് മുന്നിൽ വെക്കുക. അവിടുന്ന് തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ ഭാവി.
പ്രസാദം വാങ്ങിയിട്ട് വരാം. ആ. അച്ചുവനെ വിശക്കനുണ്ടോ? വിശക്കനുണ്ടോടാ? അച്ചുവനെ വിച്ചുട്ടാ നോക്ക്. മോളെ കൊച്ചുമോന്റെ പിറന്നാളിന് ദേവിക്ക് നേർന്ന പൊങ്കാല പായസമാ മോന് കൊടുക്ക്. ശരി അമ്മേ. മോനെ വാവേ പ്രസാദം കഴിച്ചോട്ടോ. മോന്റെ അച്ഛൻ എന്തിയെ മോളെ? ആ, ആ, ദേ വരുന്നുണ്ടമ്മേ. ചേർത്ത് പിടിക്കണം മോളെ കേട്ടോ. എപ്പോഴും ഒരുമിച്ച് നടക്കണം, കൂട്ടം തെറ്റാതെ നോക്കണം. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ശരി അമ്മേ. ആരാനു അത്? അറിയില്ല ഇന്ദ്രേട്ടാ, മോന് പൊങ്കാല പ്രസാദം കൊടുക്കാൻ വന്നതാ. ആ